ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മളൊരു എഡ്യൂക്കേഷണൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഒരു എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ 10th കഴിഞ്ഞിട്ട് ഏത് സ്ട്രീം എടുക്കണമെന്ന് ഒരുപാട് കുട്ടികൾക്കും ഡൗട്ട് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ 10th കഴിഞ്ഞാൽ ഒരു കുട്ടികളും കരിയറിനെ പറ്റിയൊന്നും ചിന്തിക്കത്തില്ല. അതായത് ഫ്യൂച്ചറിൽ ഞാൻ ഏത് കരിയറിലോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യമൊന്നും ആരും ചിന്തിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 3 സ്ട്രീംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ 3 സ്ട്രീംസിൽ ഏതെടുക്കണമെന്ന് നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലുള്ള ഡൗട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. കംപ്ലീറ്റ് മനസ്സിലായി. +1 അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും അവരവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ട്രീംസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എടുത്ത സ്ട്രീം നിങ്ങൾക്ക് അനുയോജ്യമാണോ, നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ പറ്റുന്നതാണോ, നിങ്ങൾക്ക് തെറ്റ് പറ്റിയോ, അതോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്തത് ശരിയായ തീരുമാനമാണോ എന്നൊക്കെ ഉള്ളത് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോക്ക് ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് 3 സ്ട്രീംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ 3 മെയിൻ സബ്ജക്ട്സ് ആണ് വരുന്നത്: സയൻസ്, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ആൻഡ് ഇതിൽ ഏറ്റവും വലിയൊരു മിത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരും വിചാരിക്കുന്നത് മാർക്ക് കൂടിയവര് സയൻസ്, അതിൽ കുറവ് കൊമേഴ്സ്, ആൻഡ് ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? എന്തായാലും നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. ഫുള്ളായിട്ട് നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കുക. ഇപ്പൊ ചില കുട്ടികൾക്ക് ഓൾറെഡി ഒരു ധാരണ കാണും ഏതെടുക്കണം എന്നുള്ളത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും ഒരു ധാരണയും കാണത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കരിയറിനെ പറ്റി 10th ക്ലാസ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ മിക്കവർക്കും കരിയറിനെ കുറിച്ചിട്ടൊരു ധാരണ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താ എടുക്കേണ്ടത് അതനുസരിച്ചിട്ട് ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യാൻ ഭയങ്കര പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ അവർക്കത് സെലക്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആ ഒരു ടൈമിൽ കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തിരക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു ഫുൾ A+ ഉള്ളൊരു കുട്ടി, ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് ഈ മെയ് ടൈമിലായിരുന്നല്ലോ റിസൾട്ട് വന്നത്. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ ഒരു കുട്ടി, 10th കഴിഞ്ഞ കുട്ടി, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വന്നു. അപ്പോൾ അവിടെ ഈ ടോക്കൺ നമ്പർ വിളിക്കുന്ന ആള് അവർക്ക് അറിയാവുന്ന ആരോ ആണ്. അപ്പോൾ ആ കുട്ടിയെടുത്ത് റിസൾട്ട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് ഫുൾ A+ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഈ ഒരു ടോക്കൺ നമ്പർ കൊടുക്കുന്ന ആള് ആ കുട്ടിയോട് പറഞ്ഞു ഇനി എന്തോ എടുക്കുന്ന, സയൻസ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു അല്ല, ഞാൻ ഹ്യൂമാനിറ്റീസ് ആ എടുക്കുന്നത്, എനിക്ക് ഹ്യൂമാനിറ്റീസ് ആ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഇവര് പറയാണ് അയ്യേ, ഹ്യൂമാനിറ്റീസ് ആണോ നീ എടുക്കുന്നത്? എനിക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന പഠിക്കാത്ത പിള്ളേരല്ലേ, എനിക്ക് ഇത്രയും മാർക്കില്ലേ, എനിക്ക് എന്നാ പിന്നെ സയൻസ് എടുത്താൽ പോരെ, സയൻസ് എടുത്താൽ എന്തൊരു സ്കോപ്പാ അതിന്, ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് നീ എന്തോ ചെയ്യാനാ, ചുമ്മാ നടക്കേണ്ടി വരത്തില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എന്തിനാണ് ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നത്? ആ കുട്ടി, അവൻ ഓൾറെഡി അവന്റെ മൈൻഡിൽ സെറ്റായി അവൻ ഈ സബ്ജക്റ്റാണ് വേണ്ടത്. എനിക്ക് ആ കുട്ടിയുടെ ഭയങ്കര റെസ്പെക്ട് തോന്നി. ശരിക്കും പറഞ്ഞാൽ പല കുട്ടികൾക്കും ഏത് സബ്ജക്ട് എടുക്കണമെന്ന് അറിയില്ല, പക്ഷെ അവന് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു അവന് വേണ്ട സബ്ജക്ട് ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ പലരും ഫുൾ A+ അല്ലെങ്കിൽ ഒരു 90% എബോവ് കിട്ടിക്കഴിഞ്ഞാൽ പലരും കുട്ടികളുടെ അടുത്ത് തെറ്റായിട്ട് പറഞ്ഞു പിടിപ്പിക്കുന്ന ഒരു ധാരണയാണ് സയൻസ് എടുക്കാന്നുള്ളത്. അതങ്ങനെയല്ല. അപ്പോൾ ഒരു സ്ട്രീം സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും താല്പര്യമുള്ള സബ്ജക്ട് ഏതാണ്? രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങൾക്ക് ആ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ എയിം, നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ജോബ് മേടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു ഫ്യൂച്ചർ കരിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങളോട് ചോദിക്കാം. അതുപോലെ മൂന്നാമതായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവർ പറയുന്ന സബ്ജക്റ്റ് ആണോ ഞാൻ പഠിക്കേണ്ടത്? പല കുട്ടികളും ഒന്നെങ്കിൽ മാർക്ക് കൂടുതലായതുകൊണ്ട് വീട്ടുകാർ അടിച്ചേൽപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സയൻസ്, അങ്ങനെയാണോ വേണ്ടത്? അല്ലെങ്കിൽ എനിക്ക് ഏതാണോ പഠിക്കാൻ താല്പര്യം അതാണോ ഞാൻ പഠിക്കേണ്ടത്? ഈ 3 ചോദ്യങ്ങൾ ആദ്യം നിങ്ങളോട് ചോദിക്കാം.
എന്നിട്ട് നമുക്ക് സ്ട്രീംസിനെ പറ്റി ചിന്തിക്കാം. ആദ്യം ഞാൻ ഈ പറഞ്ഞ 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ കിട്ടും നിങ്ങളെക്കുറിച്ച്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കാൻ എളുപ്പം, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റ് ഏതാണ്, അതുപോലെ നിങ്ങളുടെ കരിയറിൽ അത്യാവശ്യമായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്, അതുപോലെ നിങ്ങളുടെ തീരുമാനത്തിനാണോ മറ്റുള്ളവരുടെ തീരുമാനത്തിനാണോ വില കൊടുക്കുന്നത് എന്നുള്ള 3 കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇനിയത്തെ സ്റ്റെപ്പ് എളുപ്പമാണ്. നിങ്ങൾക്ക് സ്ട്രീം എളുപ്പമായിട്ട് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് 3 സ്ട്രീംസും എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സയൻസ് എന്ന സ്ട്രീമിനെ പറ്റി തന്നെ നോക്കാം. സോ സയൻസിൽ നമുക്ക് മെയിൻ ആയിട്ട് ഫിസിക്സും കെമിസ്ട്രി ആണ് വരുന്നത്. പിന്നെ മാത്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സബ്ജക്ട് കോമ്പിനേഷൻ ഡിഫറെന്റ് ആയിട്ട് എടുക്കാം കേട്ടോ. സയൻസിൽ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ 3 സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് കോമ്പിനേഷൻ വരുന്ന സബ്ജക്റ്റ് വേറെ വേറെ എടുക്കുമ്പോൾ, ഇപ്പം ബയോളജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബയോ സയൻസ് ആവും, ഇല്ല കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ അത് കമ്പ്യൂട്ടർ സയൻസ് ആവും. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് വേണം ഏത് സയൻസ് എടുക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. ഇപ്പൊ കോമൺലി എല്ലാവരും പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് സയൻസ്. മാർക്ക് ഉണ്ടെങ്കിൽ സയൻസ് എടുക്കാം. ഇപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ് സ്വയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്ക് ഉണ്ടെങ്കിലാണോ ഈ ഒരു സബ്ജക്റ്റ് എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ കരിയറിന്റെ കാര്യം പറയുമ്പോൾ മെയിൻ ആയിട്ട് സയൻസ് എടുക്കുന്നവർ ഫോക്കസ് ചെയ്യുന്നത് ഡോക്ടർ, എഞ്ചിനീയർ, ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് മാത്രമല്ല, സയൻസിന് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ച് മാത്രമല്ലാതെയും നമുക്ക് ഇതിനെ നോക്കാം. ഞാൻ ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഇതിന്റെ സ്കോപ്പ് ഒന്നും പറയുന്നില്ല. ഇപ്പൊ കോമൺലി എല്ലാവരും എടുക്കുന്ന കുറച്ച് സബ്ജക്ട്സ് മാത്രം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ സയൻസ് എടുത്തു കഴിഞ്ഞ് +1 +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കരിയറിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഏതാണ് എടുത്ത് പഠിക്കുന്നതെന്നുള്ള ചില കോമൺ ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റും കാര്യങ്ങളും, അത് എടുക്കണമെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് സയൻസ് ആണ് എടുക്കേണ്ടത്, ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ഈ ഡോക്ടർ, എഞ്ചിനീയർ തന്നെ നമുക്ക് ഫസ്റ്റ് നോക്കാം. നിങ്ങൾ ഡോക്ടർ ആണ് അല്ലെങ്കിൽ നീറ്റ് ആസ്പിറന്റ് ആവാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ബയോളജി സയൻസ് ആണ് എടുക്കേണ്ടത്. കാരണം ബയോളജിയിൽ നമ്മൾ സുവോളജി, ബോട്ടണി പഠിക്കുന്നുണ്ട്. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് നീറ്റിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ബയോളജി സയൻസ് ആണ് നല്ലത്. അതുപോലെ തന്നെ ഫിസിക്സിനും കെമിസ്ട്രിക്കും നല്ല മാർക്ക് ഉണ്ടായിരിക്കണം. മാത്സ് നമുക്ക് അതിനകത്ത് പഠിക്കാനും ഉണ്ട്. സോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീറ്റ് എഴുതി അത്യാവശ്യം നല്ലൊരു റാങ്ക് മേടിച്ച് MBBS എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാച്ചിലേഴ്സ് എടുക്കുന്ന സമയത്ത് വരുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് മെയിൻ സ്ട്രീം ആയിട്ട് കെമിസ്ട്രി എടുക്കാം, ഫിസിക്സ് എടുക്കാം, അതുപോലെ തന്നെ സുവോളജി എടുക്കാം, ബോട്ടണി എടുക്കാം, മാത്സ് എടുക്കാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സയൻസ് എടുക്കാം കേട്ടോ. അതായത് ഇപ്പൊ ബയോളജി സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുവോളജി, ബോട്ടണിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമെങ്കിൽ ബയോളജി സയൻസ് എടുക്കാം. അല്ല, സുവോളജി, ബോട്ടണി നിങ്ങൾക്ക് താല്പര്യം ഇല്ല, അത്രയ്ക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോവാം. അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മെയിൻ സ്ട്രീമിൽ നമുക്ക് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഒക്കെ എടുക്കാവുന്നതാണ്. അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി എഞ്ചിനീയറിംഗ് ഫീൽഡ് കൂടുതലായിട്ട് നോക്കുന്ന ആൾക്കാർ ബയോളജി സയൻസ് വേണമെങ്കിൽ എടുത്താൽ മതി. നിങ്ങൾക്ക് ബയോ സയൻസ് എടുത്താലും എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് പോകാൻ പറ്റും, കമ്പ്യൂട്ടർ സയൻസ് എടുത്താലും പോകാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ ബോട്ടണിയോടും സുവോളജിയോടും അത്യാവശ്യം നല്ല വാസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് സയൻസിൻ്റെത്. അപ്പൊ സയൻസ് ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. നമ്മൾ 10th വരെ പഠിച്ച ഫിസിക്സിനെയോ കെമിസ്ട്രിയോ ബയോളജിയോ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും +1 ഫിസിക്സും കെമിസ്ട്രിയും എടുക്കാനായിട്ട് പോവരുത്. അതൊരു മണ്ടത്തരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴും മൈൻഡിൽ വെച്ചേക്കുക. സയൻസ് അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടാൽ മാത്രമേ സയൻസിൽ നല്ലൊരു മാർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി സെലക്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ഫുൾ A+ ആണ് സയൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഴി തന്നെയാണ് തോണ്ടുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയി ഇൻട്രസ്റ്റ് ഇല്ലാതെ ആരെങ്കിലും വാക്ക് കേട്ടിട്ട് സയൻസ് എടുക്കും, അവസാനം നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ +1 റിസൾട്ട് വരുമ്പോൾ ഒരു സബ്ജക്റ്റ് പോയി, 2 സബ്ജക്റ്റ് പോയി, ചിലപ്പോൾ 3 സബ്ജക്റ്റും പോയി. അപ്പൊ അങ്ങനെ
എന്താ പറയുക, സ്വന്തം കരിയർ നശിപ്പിച്ച് കളയാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കി തന്നെ എടുക്കുക. നല്ല ടഫാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സബ്ജക്ട് ജയിക്കാനെങ്കിലും പറ്റത്തുള്ളൂ. കാരണം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമ്മളിത് പഠിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള പോർഷൻ മൈൻഡിൽ കണ്ടുകൊണ്ട് തന്നെ സയൻസ് എടുക്കുക. നമ്മൾ ഇത് 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു രീതിയിൽ ഫിസിക്സിനെയോ കെമിസ്ട്രിയോ കണ്ടിട്ട് നിങ്ങൾ പോയി എടുക്കാതിരിക്കുക. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനായിട്ടുണ്ട്.